ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധിയുടെ അഹങ്കാരം തീർത്തുകൊണ്ട് ശരത്ത് സുധിയുടെ ബനിയന്റെ കോളറിന് കയറി അങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉന്തും വലിയും പിടിയും വലിയായി. ഭർത്താവിനെ തൊട്ടത് സഹിക്കാതെ പതിവ്രതയായ ഭാര്യ വന്ന് നമ്മുടെ ശരത്തിന്റെ ചെവിക്കല്ല് തീർത്തൊരു ഒറ്റ അടി അങ്ങ് കൊടുത്തു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇതായിരുന്നു അത്. അപ്പോഴേക്കും ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ആലമുറയിട്ട് അങ്ങ് വിളിച്ചില്ലേ. അപ്പോഴത്തേക്കും ചന്ദ്രമതിയൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കുക കേട്ടോ. നീ എന്തിനാ ഇപ്പൊ എന്നെ അനിയനെ അടിച്ചത് എന്ന് ചോദിച്ചു. ഇവനെ അടിക്കാൻ നിനക്കെന്താ അധികാരം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവനെ ശ്രുതിയുടെ ഷർട്ടിൽ പിടിച്ച് അടിക്കാൻ നോക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കണോ എന്ന് ശ്രുതി ചോദിച്ചു. ഇവൻ അയാളെ അടിക്കാൻ നോക്കിയിരുന്നോ എന്ന് രേവതി ചോദിക്കുക. എന്ത് ധൈര്യത്തിലാണ് നീ ഇവന്റെ മേൽ കൈവച്ചോ എന്ന് ചോദിച്ചു. സ്വന്തം അനിയനെ അടിച്ച ശ്രുതി എന്ന് പറയുന്നവളെ ചവിട്ടി കൂട്ടി അവിടെ ഇട്ട് നമ്മുടെ രേവതി. ഒട്ടും പ്രതീക്ഷിച്ചില്ല രേവതി അങ്ങനെ പ്രതികരിക്കുമെന്ന്. അപ്പോൾ വായടക്കിടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി, ഇവനെ അടിച്ചതിന് പകരം നീ ഇവളെ അടിക്കുവോ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ ശ്രുതി ഞെട്ടലോടെ രേവതിയെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ രേവതി കൊടുക്കും എന്നുള്ള കാര്യം 100% ഉറപ്പായി അവർക്ക്. അപ്പോഴത്തേക്കും ശ്രുതി ഭയങ്കരമായിട്ട് എന്തോ സംഭവിച്ചതുപോലെ നിൽക്കുക. അപ്പം എന്താണോ നീ നോക്കി നിൽക്കുന്നത്, ഈ കള്ളനെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞു ചന്ദ്രമതി ശ്രുതിയോട്. അപ്പോൾ എന്നെ വിടാൻ പറഞ്ഞ് ഈ നമ്മുടെ ശരത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വാടാന്ന് പറഞ്ഞു ഇതിനെ പിടിച്ച് തള്ളി 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 പുറത്തേക്ക് കൊണ്ടൊരു ഒറ്റ എറിഞ്ഞത് നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക്. നെഞ്ചിൽ നിന്നൊരു തീ ആളി പടർന്നു ശ്രുതിക്കും ചന്ദ്രമതിക്കും. സച്ചി ഇങ്ങനെ നോക്കുമ്പോൾ തൻ്റെ അളിയൻ തൻ്റെ കൈവെള്ളയിൽ വന്ന് ഇങ്ങനെ വാവിട്ട് കരഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. എന്താടാ ഇത് എന്ന് ചോദിച്ചു. എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു. എന്നിട്ട് ഇവനെയും പിടിച്ചതേ നമ്മുടെ സച്ചി അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ എന്താടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആർക്കും ഒന്നും പറയാനില്ല. ശ്രുതി പേടിച്ച് വറച്ചിങ്ങനെ നിൽക്കും, മുട്ടുകൂട്ടി ഇടിച്ചിട്ട്. സച്ചി കൊടുത്ത അവിടെ കൈ നീട്ടി വാങ്ങിക്കലേ നടക്കുള്ളൂ, അത്രേ ഉള്ളൂ. നിങ്ങൾ വരാൻ പറഞ്ഞ അളിയനെയും കൊണ്ട് അന്തസ്സായിട്ട് അകത്തേക്ക് കയറി ഇനി ചെന്നില്ലേ നമ്മുടെ സച്ചി. എന്താ ഇവിടെ നടക്കുന്നേ? അപ്പൊ എന്തിനാടാ നീ ഇവനെ അകത്തേക്ക് പിടിച്ചോണ്ട് വന്നേ? ഇവനൊരു കള്ളനാണെന്ന് പറഞ്ഞു. അന്ന് നിന്റെ ബൈക്ക് മോഷ്ടിച്ചത് ഇവനാണെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് അറിയാം എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. അന്നേരത്തേക്ക് ഇവർ ചമ്മിപ്പോയി. അതിനിപ്പോ എന്താന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഓ, ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോടാ നീ ഒരു പെണ്ണ് കെട്ടിയത്, കഷ്ടം എന്ന് ചന്ദ്രമതി പറയുമ്പം കുടുംബമഹിമയൊക്കെ നിങ്ങളങ്ങ് വിട്ടേക്ക്. ഞാൻ അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാ പെണ്ണ് കെട്ടിയിരിക്കുന്നതെന്നും ബൈക്ക് മോഷ്ടിച്ചതൊക്കെ പഴയ കഥയാ, അതെന്തിനാ നിങ്ങൾ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടത് എന്ന് നമ്മുടെ സച്ചി ഇവരോട് ചോദിച്ചു. രേവതി അന്നേരം അവിടെ നിന്ന് കരയാട്ടോ. രവേട്ടൻ അന്നേരം ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണേ. അമ്മേ, ഇവനോടൊന്ന് സംസാരിക്കാൻ നിൽക്കണ്ട അമ്മേ, ഇവനോ ഒരു കുടിയൻ, ഇതുപോലെയുള്ള കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്നല്ലാതെ ഇവനൊക്കെ വേറെ എവിടുന്ന് പെണ്ണ് കിട്ടാനാ എന്നും പറഞ്ഞ് നിൽക്കുന്നു നമ്മുടെ ശ്രുതി. ഓ, അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടിയ ഉത്തമ, വാ നിങ്ങൾ വാട പറയട്ടെ എന്ന് പറഞ്ഞു. എടാ പെരുങ്കള്ളനായ നീ തന്നെ ഇതൊക്കെ തന്നെ പറയണം. ഏട്ടത്തേക്ക് അറിയാവോ, മോഷണത്തിലെ ഡോക്ടറേറ്റ് എടുത്തവനാ നിന്റെ കെട്ടുവൻ. ഇവന്റെ കയ്യിലെ കാർഡിൽ കുറെ ഡിഗ്രി കാണും. അതെ, മോഷണത്തിൽ കിട്ടിയ ഡിഗ്രി മാത്രമേ ഈ കള്ളൻ എഴുതിയിട്ടുണ്ടാവില്ല എന്ന് നമ്മുടെ സച്ചി. ഇപ്പൊ ശ്രുതിക്ക് അടിക്കുകയും വേണ്ട, മിണ്ടുകയും വേണ്ട, ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പൊ ചന്ദ്രമതി ചോദിച്ചു, ഇവിടെ എന്താ നടന്നതെന്ന് നിനക്ക് അറിയാവോന്ന്? എല്ലാം അറിയാം, അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. പോലീസുകാർ ഒന്ന് സംസാരിച്ചിട്ട് പോയതല്ലേ, ഹാജരെല്ലാം എന്നോട് വിളിച്ച് പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതിയാക്കെ നാറി വെളുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക, നാണം കെട്ട് നിൽക്കുന്നു തന്നെ പറയാം. അങ്ങനെ നമ്മുടെ ശരത്തിൻ്റെ ബാഗിലുണ്ടായിരുന്നെല്ലാം വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നതൊക്കെ കണ്ട് ശ്രീ ചോദിച്ചു, ഇതെന്ത് ബാഗും ചോറും പാത്രമൊക്കെ തറയിൽ കിടക്കണേ, ഇതെന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ പേടിച്ച് സച്ചിയെ നോക്കുവാണേ. അതുപോലെ തന്നെ ശ്രുതിയും പേടിച്ച് ഇങ്ങനെ നിൽക്കുക. ശരത്ത് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ഇയാൾ ചെക്ക് ചെയ്തിട്ട് താഴെ ഇട്ടതാണെന്ന് നമ്മുടെ രേവതി പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് പേടിയായി. അപ്പൊ എന്തൊക്കെയാട്ടെ ഈ കാണിച്ചേ എന്ന് ശ്രീ ചോദിക്കുകയാണ് ശ്രുതിയോട്. അത് കേട്ടപ്പോഴത്തേക്കും എടാ, കിട്ടിയ അവസരം നീ മുതലാക്കിയല്ലേടാ എന്ന് സച്ചി ശ്രുതിയോട് ചോദിക്കുന്നു. ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ നോക്കുവോ, ഇവരെ പേടിച്ചിട്ടാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചി നേരെ ശരത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഇവർ ചെയ്തതിനൊക്കെ നീ നിന്ന് കൊടുത്തല്ലേ? എടാ, ഇവൻ മഹാവാഴയാ. വാഴ എന്ന് പറയാൻ വെറും വാഴ, ഒരു കാറ്റ് വന്നാ വീഴുന്നവൻ. നിനക്ക് രണ്ടെണ്ണം കൊടുക്കാറുന്നില്ലടാ ഇവനിട്ട് എന്ന് പറഞ്ഞ് ശരത്തിനോട് പറഞ്ഞപ്പോൾ, നീ എന്താടാ ഇവനെ കൊണ്ട് എൻ്റെ മോനെ തല്ലിക്കാൻ നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ, ഇവൻ ശ്രുതിയുടെ ഷർട്ടിൽ കയറി പിടിച്ചതാ. ശ്രുതി അവന്റെ കവളത്തൊന്ന് പൊട്ടിച്ചത് കൊണ്ട് പേടിച്ച് പിന്മാറിയതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ഞെട്ടി. എടീ എന്നും പറഞ്ഞോണ്ട് അങ്ങ് ചെന്നില്ലേ നമ്മുടെ സച്ചി ശ്രുതിയുടെ നേരെ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ശ്രുതി എന്ന് പറയുന്ന മഹാറാണി. നീ എന്തിനാടി ഇവനെ അടിച്ചേ എന്ന് ചോദിച്ചു. അത് ശ്രുതിയെ ഇവൻ അടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ അടിച്ചതാണെന്ന് വലിയ ആളായിക്കൊണ്ട് നിന്ന് ഇങ്ങനെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചിക്ക് ഇരട്ടി ദേഷ്യമായി. സച്ചി ഇങ്ങനെ കൊല്ലാൻ പാകത്തിന് ചെല്ലുവാണ് അങ്ങോട്ട്. അപ്പോൾ ഇല്ല സച്ചേട്ടാ, ഞാൻ അടിക്കാനൊന്നും നോക്കിയിട്ടില്ല.
എന്നെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ അയാളുടെ ഷർട്ട് കയറി പിടിച്ചതാണെന്ന് നമ്മുടെ ശരത്തുള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും മോഷ്ടിക്കാൻ വന്നതും പോരാ, അത് ചോദിച്ച് അവൻ്റെ ഷർട്ട് കയറി പിടിക്കുകയും ചെയ്തു. നീ അവനെ ന്യായീകരിക്കാൻ നോക്കല്ലേ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി, സുധി നീ പോലീസിനെ വിളിക്കുക, ഇവനെ അവർ കൊണ്ടുപോയി കൈകാര്യം ചെയ്യട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രേ ദേ നീ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു രവിയേട്ടൻ. നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ദേ നീ പോലീസിനെ വിളിക്കാം. നീ വിളിക്കുക പെട്ടെന്ന് വിളിക്കുക. അവർ വരട്ടെ, ശരത്തിനെ അല്ല നിന്റെ കെട്ടിയോനായിരിക്കും അവർ പൊക്കിക്കൊണ്ട് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ ടെൻഷൻ അടിച്ച്. അതെന്താ സംഭവം ഇവർക്ക് മനസ്സിലായില്ല. നീ വിളിക്കടി, പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു സച്ചി. പിന്നെ അവൾക്ക് വിളിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, ഒന്നും വേണ്ട. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവൻ എൻ്റെ ബൈക്ക് എടുത്തിരുന്നു. ആ കേസൊക്കെ മുൻപേ തന്നെ കോംപ്രമൈസ് ആക്കിയതാ. എനിക്കതിൽ യാതൊരു പരാതിയില്ല. ഇപ്പം അവനൊന്നും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ പോലീസ് വന്ന് ഇവൻ എങ്ങനെ പിടിച്ചുകൊണ്ട് പോകും? പോലീസ് വരട്ടെ, അവർ വെറും കൈയോടെ ആയിരിക്കില്ല പോകുന്നത്, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഒറിജിനൽ കൊള്ളൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതിയൊക്കെ ഇങ്ങനെ നടുങ്ങി നിൽക്കുക കേട്ടോ നമ്മുടെ രേവതി തലയെടുപ്പോടെ. എനിക്കും ശ്രീകാന്തിനും കൂടെ അവകാശപ്പെട്ട കാശ് എടുത്തിട്ടാ ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയത്, ഈ പേരും കള്ളൻ. അപ്പോഴത്തേക്കും ഇവൻ വേർക്കാൻ തുടങ്ങി. ഇവന്റെ പേരിൽ കേസ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ശ്രുതിയും തല കുനിച്ചു. അവർക്ക് ഞങ്ങൾ പരാതി എഴുതി കൊടുക്കാം, പിടിച്ചോണ്ട് പോയി ഇവനെ ജയിലിൽ ഇട്ടിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതിയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ തന്നെ നമ്മുടെ സച്ചി അങ്ങ് തീരുമാനിക്കുക. അതുപോലെ തന്നെ ചന്ദ്രമതിയുടെയും. ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 50 ലക്ഷം രൂപ കൊണ്ടാ ഇവൻ ഓടിപ്പോയത്. ഞാൻ പോലീസിൽ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കട്ടെ എന്ന്. അപ്പോൾ സുധി കാശ് മോഷ്ടിച്ചിട്ടൊന്നുമില്ല, കൊടുത്ത കാശ് വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞപ്പം ഇവൻ അച്ഛനെ പറ്റിച്ച കാശും കൊണ്ടാ മുങ്ങിയത്, മനസ്സിലായോ എന്ന് ചോദിച്ചു ശ്രുതിയോട്. ആ കാശ് ഇവനൊരു പെണ്ണിന് കൊണ്ടുപോയി കൊടുത്തു. അവൾ ആ കാശ് കൊണ്ട് മുങ്ങുകയും ചെയ്തു. ശ്രുതിക്കൊന്നും ബാധകമേ അല്ല കേട്ടോ. ഒന്നും ഒരു പ്രശ്നമല്ലാതെ നിൽക്കുകയാണ് ആ സമയത്ത് രേവതി. തൊട്ട് മുമ്പ് രേവതിയോട് ശ്രുതി എന്ന് പറയുന്നവൾ ഏത് രീതിയിൽ പ്രതികരിച്ചോ അത്രയും തറയാൻ രേവതിക്ക് കഴിയില്ല. എങ്കിലും രേവതി അതേ നാണയത്തിൽ തന്നെ നിൽക്കുകയാണ്. ആ പെണ്ണിന്റെ പേരിൽ ഇവൻ പോലീസ് പരാതി കൊടുത്തു. ആ കേസിന്റെ അന്വേഷണമായിട്ടാ പോലീസ് ഇവിടെ വന്നത്. ആ പെണ്ണിനെതിരെ ഇവന് കേസ് കൊടുക്കാമെങ്കിൽ ഇവനെതിരെ ഞങ്ങൾക്കും കേസ് കൊടുത്തുകൂടെ എന്ന് സച്ചി ചോദിക്കാം. രണ്ടുപേരും ചെയ്തത് ഒരേ കുറ്റം തന്നെയല്ലേ ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയും കുറിച്ച് നിൽക്കുകയാണ് ശ്രുതിയെ. രേവതി അന്നേരം തലയെടുപ്പോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. എന്താടി പോലീസിനെ വിളിക്കുന്നില്ലേ നീ? വിളിക്കാൻ പറഞ്ഞു. അമ്മയ്ക്കും മോക്കും പിന്നെ ആരെയും വിളിക്കണ്ട കേട്ടോ. കള്ളന്റെ അമ്മയും ഭാര്യ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചു. കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ സച്ചി അത് വിട്ടുകളയാൻ പറഞ്ഞു അച്ഛൻ. ആ സമയം ശരത്തെ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് അറിയാതെയാണോ നീ വന്നത് എന്നിങ്ങനെ നമ്മുടെ സച്ചി ശരത്തിനോട് ചോദിച്ചപ്പം പോലീസ് വന്നതും പറഞ്ഞതും ഒക്കെ ചേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു. ഇവരോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്നുള്ള കാര്യം നമ്മുടെ ശരത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കും അച്ഛൻ. അപ്പം നീയൊക്കെ കേട്ടല്ലോ, ക്ഷമ ചോദിക്കാൻ വന്നവനെ കള്ളനെന്ന് വിളിച്ച് അടിച്ചിറക്കാൻ നോക്കി. നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ പഠിച്ചത്? അതിന്റെ വിവരം നിനക്ക് കൊണ്ടോടാന്ന് ചോദിച്ചുകൊണ്ട് സുധിയെ എടുത്തിട്ട് കൊടയാണ് സച്ചി. ബൈക്ക് മോഷ്ടിച്ച് ഇവനെ നിങ്ങൾ തല്ലി, അപ്പോൾ 50 ലക്ഷം മോഷ്ടിച്ച് ഇവനെ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ശ്രുതി ഞെട്ടലോടെ ഇങ്ങനെ നേരത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ചന്ദ്രമതിയുടെ വായിൽ കോലിട്ട് കുത്തിയ പോലും മിണ്ടുന്നില്ല. എന്നോ ചെയ്തു പോയൊരു ചെറിയ തെറ്റിനെ ഇവൻ ക്ഷമ ചോദിക്കാൻ വന്നു. നീ വലിയ തെറ്റാ ചെയ്തത്. അച്ഛനോടോ ഞങ്ങളോടോ അതിന്റെ പേരിൽ നീ ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? ഒരക്ഷരം നീ മിണ്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനൊന്നും ശ്രുതിക്ക് മറുപടിയില്ല. നിനക്ക് ചോദിക്കാൻ പറ്റില്ല, നീ ഒരു പേരും കള്ളനാ, നിനക്ക് തെല്ലും കുറ്റബോധം പോലുമില്ല. നീ ഇനിയും ചെയ്ത തെറ്റ് അത് അങ്ങനെ തന്നെ ആവർത്തിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാം. പഠിക്കാൻ പോകുന്നതേ ഉള്ളടാ നിന്നെ വിശ്വസിച്ച പലരും. നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവരൊക്കെ കിടന്ന് ഓടുന്നത് ഞാൻ കാണുമെന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ എല്ലാവരോടും ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം സച്ചി ദേ മിണ്ടാതിരിക്കുക, ഈ വിഷയത്തിൽ ഇനി ഒരു സംസാരം വേണ്ട, എല്ലാവരും അകത്ത് പോ എല്ലാവരും പോ, രേവതി നീ അകത്ത് പോകാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു വിടുക. അങ്ങനെ ഇവനെ വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതിയുടെ കൈയും പിടിച്ച് അനിയൻ അകത്തേക്ക് പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരുടെ ബാഗൊക്കെ എല്ലാം ബാഗിലുള്ളതൊക്കെ എടുത്തു വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് രേവതി അനിയനെയും കൂട്ടിക്കൊണ്ട് പോവുക. ചന്ദ്രമതി ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക. ചന്ദ്രമതി എന്നിട്ട് തുറച്ചു നോക്കിക്കൊണ്ട് മുറിയിലേക്ക് കയറി പോയി. രവിയേട്ടൻ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അടുക്കളയിൽ ചെന്ന് നമ്മുടെ അനിയനും ചേച്ചിയും കൂടെ ഭയങ്കര കരച്ചിൽ. ശരത്തെ എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ ചേച്ചിയുടെ ഈ വീട്ടിലെ അവസ്ഥ ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് ഇത്രയും രൂക്ഷമാകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് ഭയങ്കര കരച്ചില്ല. പോട്ടടാന്ന് പറഞ്ഞ ചേച്ചി സമാധാനിപ്പിക്കുക അനിയനെ. പണക്കാരെത്ര കോടികൾ മോഷ്ടിച്ചാലും പിന്നീട് അതെല്ലാവരും മറക്കും മോനെ. പാവപ്പെട്ടവൻ 1 രൂപ മോഷ്ടിച്ചാൽ ജീവിത അവസാനം വരെ കള്ളൻ എന്നുള്ള പേരുണ്ടാകുമെന്നും ആരും അത് മറക്കില്ലെന്നുള്ള കാര്യവും രേവതി അനിയനോട് പറയുക. ഒരിക്കൽ ഒരു തെറ്റ് ചെയ്തു, പിന്നീട് നീ അതൊരിക്കലും ആവർത്തിച്ചിട്ടില്ല. എന്നിട്ടും അന്നത്തെ സംഭവങ്ങൾ എടുത്തിട്ട് എല്ലാവരും നിന്നെ കള്ളനെന്ന് മുദ്ര കുത്തിയില്ലേന്ന് ചോദിച്ചു.
ഇനി ഒരിക്കലും 1 രൂപ പോലും എൻ്റെ മോൻ മോഷ്ടിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയനോട് പറഞ്ഞു കൊടുക്കുക. ഇതൊരു പാഠമാണ് മോനെ എന്നൊക്കെ പറഞ്ഞ് അനിയന് ആ ഒരു ഇതായിട്ട് സംസാരിക്കുക. എന്നിട്ട് ഇവിടെ നടന്നതൊന്നും വീട്ടിൽ ചെന്ന് പറയരുത്, അമ്മയ്ക്കത് വിഷമാവുന്ന രേവതി പറഞ്ഞു. ഇല്ലേ ചേച്ചി ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഇനി എൻ്റെ മോൻ കരയരുതെന്ന് പറഞ്ഞ് രേവതി അനിയനെ സമാധാനിപ്പിക്കാം. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീയും കൂടി ഇങ്ങനെ ബൈക്കിൽ പോയി വന്നു, വീട്ടിൽ വന്നു കൊണ്ട് വിട്ടു. അതിനുശേഷം ഞാൻ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഫോണൊക്കെ വെച്ചു. ഈ സമയത്ത് വർഷയെ കൊണ്ടുവിട്ടിട്ട് നമ്മുടെ ശ്രീ ഇങ്ങനെ വരുന്നു. അപ്പോഴത്തേക്കും ശ്രീയുടെ മുന്നിലേക്ക് ഒരു വണ്ടി ഇങ്ങനെ വന്ന് നിർത്തും. താൻ എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചു. ഓഹോ, താൻ കൊണ്ടുവന്ന് വണ്ടി വട്ടം വെച്ചിട്ട് ഇപ്പോൾ കുറ്റം എനിക്കായോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കുറേ വണ്ടിക്കാർ വന്ന് നമ്മുടെ ശ്രീയെ അങ്ങോട്ട് വളഞ്ഞു. അപ്പോൾ മുന്നിൽ നിന്ന് വണ്ടി എടുത്ത് മാറ്റടാന്ന് ശ്രീ പറഞ്ഞപ്പോൾ വണ്ടി മാറ്റാനാണോടാ ഞാനവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇവന്മാർ ശ്രീയുടെ മെക്കിട്ട് കയറാൻ ചെല്ലുവാട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ 1ഉം 2ഉം പറഞ്ഞ് വഴക്കായി. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവന്മാർ നമ്മുടെ ശ്രീയുടെ ദേഹത്തേക്ക് കൈ വെക്കാൻ നോക്കി. ശ്രീ പിന്നെ ഇവന്മാരെ അവിടെ ഇട്ട് കുറേയൊക്കെ ഇടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീയെ വട്ടം ഇങ്ങനെ പിടിച്ചിട്ട് ആ വഴിയിലിട്ട് ശ്രീയെ അടിച്ച് തകർക്കൂര. അപ്പോൾ ഇത് കണ്ടോടെ നമ്മുടെ സച്ചി വരുന്നത്. സച്ചി ഈ കാഴ്ച കണ്ടോണ്ട് നിൽക്കുവോ? സച്ചി പറന്നിങ്ങ് വന്നില്ലേ, ഡാ എന്നും പറഞ്ഞു. ആരാടാ ഇവരെ, എന്താടാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിയില്ല ഏട്ടാ, ഞാൻ കണ്ടിട്ടില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവന്മാരെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി നമ്മുടെ സച്ചി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അടിപൊളി അടി ഇടി പിടിയൊക്കെ. അതിനുശേഷം ഈ വന്നവന്മാർ നമ്മുടെ ശ്രീകാന്തിൻ്റെ മുന്നിൽ വന്ന് കൈ കൂപ്പി ഇങ്ങനെ നിൽക്കുക. അപ്പം നീ എന്തിനാണ് എൻ്റെ അനിയനെ തല്ലിയതെന്ന് ചോദിച്ചു. അപ്പം നിങ്ങളുടെ അനിയനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സച്ചേട്ടാ, സോറി സച്ചേട്ടാ, സോറി എന്നും പറഞ്ഞു. അപ്പോൾ സോറി ബ്രദർ എന്നും പറഞ്ഞോണ്ട് അവന്മാർ എന്തിനാ അവനെ തല്ലിയത്? അപ്പം ജീവിക്കണ്ടേ, കാശിന് വേണ്ടി തല്ലിയതാണെന്ന് പറഞ്ഞു. കാശിന് വേണ്ടിയോ? അപ്പോൾ ആരാ നിങ്ങളെ തല്ലിയതെന്ന്, ആരാ നിങ്ങളെ പറഞ്ഞു വിട്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉമ്മാരിക്കണം അതൊന്നും പറഞ്ഞോണ്ട് നിൽക്കുക. പറയടാന്നും പറഞ്ഞോണ്ട് വീണ്ടും അടിക്കാൻ നോക്കിയപ്പോൾ പറയാം സച്ചേട്ടാന്നും പറഞ്ഞ് മധുസൂദനൻ സാരല്ലേ ഗതാഗത വകുപ്പിൽ ജോലി ചെയ്യുന്ന അയാളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീ ഞെട്ടി. അപ്പോൾ സച്ചിക്ക് ഈ കഥയൊന്നും അറിയത്തില്ലല്ലോ. സച്ചി ഇങ്ങനെ ശ്രീകാന്തിനെ നോക്കുക. അപ്പോൾ സോറി, ആളറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്കണം അതും പറഞ്ഞുകൊണ്ട് ഇവരുടെ കാല് പിടിക്കുന്നു. അപ്പോൾ ശരി ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ സച്ചി പറഞ്ഞു വിട്ടു. അപ്പോൾ വാ അയാളോട് ചോദിച്ചിട്ടേ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ശ്രീയെ വിളിച്ചോട്ട് പോകാൻ തുടങ്ങുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. എടാ അയാൾ എന്തിനാണ് നിന്നെ ആളെ വിട്ട് അടുപ്പിച്ചത്, എന്താ പ്രശ്നമോ എന്ന് ചോദിച്ചു. അച്ഛനും അയാളും തമ്മിലുള്ള പ്രശ്നത്തിൽ നീ ഇടപെട്ടോ എന്ന് ചോദിച്ചപ്പം ഏയ് ഇല്ല അതൊക്കെ വിട്, സച്ചേട്ടൻ ചെല്ലും ഞാൻ പൊക്കോളാവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ പോകുമ്പോൾ എടാ അച്ഛനോടുള്ള ദേഷ്യം തീർക്കായിരിക്കും അയാളെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഒന്നും മിണ്ടുന്നില്ല. അത്രയ്ക്കായോ അയാൾ തിരിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി തല്ലാൻ പോകുമ്പോഴത്തേക്കും സച്ചിയുടെ വേണ്ട ഞാൻ പറയട്ടെ എന്നും പറഞ്ഞു. അത് വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. എൻ്റെ അനിയനാ അയാൾ ആളെ വിട്ട് തല്ലിച്ചത്, അതിനുള്ള ശിക്ഷ അയാൾക്ക് കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ പോകുമ്പോൾ ശ്രീ ആകെ പെട്ട് നിൽക്കുക. സച്ചേട്ടാ എന്നും പറഞ്ഞ് വിളിച്ചെങ്കിലും സച്ചിയുടെ പാട്ടിന് പോയി. പക്ഷെ ശ്രീക്ക് ഇങ്ങനെ പോകാതിരിക്കാൻ പറ്റത്തില്ലോ. ശ്രീ പുറകെ ഓടുവാണ്. ഇവനാണെങ്കിൽ അവനെ തല്ലിയെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ, അതായത് ഈ മധുസൂദനൻ അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. സച്ചി അങ്ങോട്ടേക്ക് കയറി ചെന്ന് തൊട്ടു പിന്നാലെ നമ്മളെ ശ്രീയും ചെന്നു. അപ്പോഴത്തേക്കും മധുസൂദനൻ്റെ ഭാര്യ അവിടെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് നിൽക്കുക. അപ്പോഴേക്കും ചേട്ടനും അനിയനും കൂടെ അങ്ങോട്ട് കയറി ചെന്ന് എഡോന്നും പറഞ്ഞ് വിളിച്ചങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എന്തായാലും തൻ്റെ അനിയനെ കൈവച്ചവളെ വെറുതെ വിടാൻ രേവതിയോ തൻ്റെ അളിയനെ കൈവച്ചവനെ വെറുതെ വിടാൻ സച്ചിയോ തയ്യാറായില്ല. അങ്ങനെ നല്ല സൂപ്പർ വിശേഷമായിരുന്നു. ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.